ഈ കേസിനെ അല്ലെങ്കിൽ ഈ സംഭവത്തിനെ കാണുന്നത് അല്ലെങ്കിൽ ഈ സംഭവത്തിനെ ജനങ്ങളിലേക്ക് വിടുന്നത് ഇതൊരു തീട്ട കേസായിട്ടോ തൂക്കിയല്ലോ നാദാ ഇത് എന്നെ ഉദ്ദേശാണ് എന്നെ തന്നെ ഉദ്ദേശാണ് എന്നെ മാത്രം ഉദ്ദേശാണ് ഇതല്ലെങ്കിൽ ഒരു കൊള്ളാത്തൊരു കേസായിട്ടാണ് എന്നെ മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ അവരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതെന്താ ബ്രദർ, ഇത് ഇങ്ങനെയുള്ള ഒരു കേസാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ട് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുകയും ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലായി ഇവർക്ക് ഇത് സംസാരിക്കാൻ താല്പര്യമില്ല. മനസ്സിലായി, ഇവർക്ക് ഇത് താല്പര്യമില്ലാത്ത പോലെയാണ് ഇവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഓഹോ, തനിക്ക് അതാണ് പ്രശ്നം അല്ലേ? പിന്നെ എന്തിനാണ് ഇവർ ഈ പറഞ്ഞ പോലെ 10 മിനിറ്റ് വീഡിയോ 10 മിനിറ്റ് പറയേണ്ട കാര്യം 40 മിനിറ്റ് വലിച്ചു നീട്ടിയിട്ട് അതിൽ ഈ പറഞ്ഞ പോലെ എന്റെ ഫേസും തൊപ്പിയുടെ ഫേസും അപ്പുറത്തും ഇപ്പുറത്തും വെച്ച് അല്ലെങ്കിൽ ഫേസ് വാല്യൂ അബദ്ധത്തിലല്ല, മനഃപൂർവ്വം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ ക്ലിക്ക് ബൈറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാരുടെ ഫേസ് വെച്ച് പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. എന്തുകൊണ്ട് ഇതേ മാറ്റർ ഒരു 10-ൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 50-ൽ 100-ൽ കൂടുതൽ കണ്ടന്റ്സ് ഡെയിലി ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള ചില ഏടാകൂടങ്ങളല്ലേ വൈറലാവുന്ന ഇപ്പൊ ചിലത് വയറ്റിപ്പഴപ്പ്. എന്തുകൊണ്ട് ആൾക്കാർ ഇടുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ വൈറലാവുന്നുള്ള കാര്യം ഉറപ്പാ. നല്ല മൈലേജും കിട്ടും, കുറെ ഫാൻസും കൂടും. അവർ തന്നെ പറയുന്നുണ്ട് സമൂഹത്തിന് നല്ലതായ കാര്യമല്ല, സമൂഹത്തിന് ഇതായിട്ടുള്ള കാര്യമല്ല, സമൂഹത്തിന് മോശമായ ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നത്. ഇത് തീട്ട കേസാണ്, ഇത് അങ്ങനെയുള്ള കേസാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇവർക്ക് അരി വാങ്ങണമെങ്കിൽ അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. ഇവർക്ക് എന്റെ ഫേസും ഈ പറഞ്ഞ പോലെ തൊപ്പിയുടെ ഫേസോ അല്ലെങ്കിൽ ഫേസ് വാല്യൂ ഉള്ള വേറൊരാളുടെ ഫേസോ ഇവർക്ക് വെച്ചേ പറ്റും. നീ അധികം വിളയേണ്ട മോനെ, ഇതിന് പകരം വെച്ചിട്ടില്ലെങ്കിൽ എന്റെ പേര് തമ്പി എന്നല്ല. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. നിങ്ങൾ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാനാണ് ഈ തീട്ട കേസ് എടുത്തു വെച്ച് പറഞ്ഞത്. അത് ചിലപ്പോ 30 മിനിറ്റ് ആവും, 40 മിനിറ്റ് ആവും. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ എല്ലാവരും 30-40 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട്. അപ്പടിയാ? അപ്പൊ ഇത്രയും നേരം താൻ ഇവിടെ കിടന്ന് ചലച്ചതോ? ഓ അല്ല, നിങ്ങളെ മുഖം കൊണ്ട് വെച്ച് ക്ലിക്ക് ബൈറ്റ് ആണെങ്കിൽ അങ്ങനെ ഓക്കെ. തീട്ട കേസാണെങ്കിൽ അത് തീട്ട കേസ് തന്നെയാണ്. ഇവിടുത്തെ ന്യൂസ് ചാനൽസ് അടക്കം എടുത്തു വെച്ചിട്ട് പറഞ്ഞ തീട്ട കേസാണല്ലോ അത്. വെറുതെ പോണ വഴിക്ക് മറ്റേ ഷെമീർ വാളിയിട്ടപ്പോ മണത്ത തൊപ്പി ബോധം കെട്ട് വീണു. എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത് കൺട്രിമേൻ. അങ്ങനെയല്ലല്ലോ കേസ്. ഈ വായുണ്ടല്ലോ അങ്ങനെ ഭക്ഷണം കഴിക്കണത്. ടു ബാഡ് കൺട്രി പീപ്പിൾ. കാണിച്ചു കൂട്ടിയതും പറഞ്ഞിട്ടുള്ളതും ഒക്കെ എന്താന്നുള്ളത് പൊതുജനത്തിന് നന്നായിട്ട് അറിയാം. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. വിളിക്കാനാണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വള്ളി വർത്താനം പറഞ്ഞു വിളിത്തോ. ബാക്കിയുള്ളവർ ഊക്കിയിട്ട് വിളിക്കണ്ട. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ?